നമ്മുടെ രാജ്യം തെറ്റുപറ്റിയാൽ ഒരിക്കലും തിരുത്താൻ മടിക്കാറില്ല. ആ ഒരു സംസ്കാരമാണ് നമ്മുടെ രാജ്യത്തിനുള്ളത്. ഇപ്പോഴിതാ അസമിൽ നടക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് പൗരത്വ പ്രശ്നമാണ്. അസമിൽ ബംഗ്ലാദേശികളായിട്ടുള്ള റോഹിംഗ്യകളായിട്ടുള്ള ധാരാളം ആൾക്കാർ വന്ന് അസമിലുള്ള സാധാരണ മുസ്ലിങ്ങളുടെ അടക്കം പല രീതിയിലുള്ള അവകാശങ്ങൾ കവർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളത് അസമിൻ്റെ ഏറെ നാളായിട്ടുള്ള ദീർഘകാലമായിട്ടുള്ള ആവശ്യമാണ്, ദീർഘകാലമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും ഇത്തരത്തിലൊരു സംഭവത്തിൽ അസം പൗരത്വ പ്രശ്നത്തിൽ ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് വിട്ട ഒരു സ്ത്രീയെ ഇപ്പോൾ തെറ്റു മനസ്സിലാക്കി നമ്മുടെ സേന തിരികെ കൊണ്ടുവന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഒരു കൗതുകമുണർത്തുന്ന ഒരു സംഭവമാണിത്. അസമിൽ പൗരത്വത്തിനുള്ള കട്ട് ഓഫ് തീയതിയെക്കുറിച്ചുള്ള വിവാദം ഉയർന്നു വന്നിട്ടുണ്ട്. അടുത്തിടെ അസമിൽ നിന്നുള്ള ഒരു സ്ത്രീയെ സുരക്ഷാ സേന ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് നിർബന്ധിച്ച് അയച്ചു. എന്നിരുന്നാലും പിന്നീട് സുരക്ഷാ സേനയ്ക്ക് അവരുടെ തെറ്റ് മനസ്സിലായി. ഈ സ്ത്രീയെ സുരക്ഷാ സേന തിരിച്ചു കൊണ്ടുവന്നു. ഈ സമയത്ത് ആ സ്ത്രീ പൊട്ടിക്കരയുകയായിരുന്നു എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. അസമിൽ വിദേശികളായി പ്രഖ്യാപിക്കപ്പെട്ട എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയാണെന്ന് സംസ്ഥാന മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി അസമിൽ നിന്നുള്ള വിദേശികളായി പ്രഖ്യാപിക്കപ്പെട്ട നിരവധി പേരെ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തു. അതിൽ അവർ റഹീമ ബീഗം 50 വയസ്സുള്ള ഒരു സ്ത്രീയാണിത്. ആ സ്ത്രീയും കസ്റ്റഡിയിലെടുത്ത് ബംഗ്ലാദേശിലേക്ക് അയച്ചു. എന്നിരുന്നാലും ആ സ്ത്രീ അസം സ്വദേശിനിയാണെന്ന് പിന്നീട് വെളിപ്പെട്ടു. അങ്ങനെ അവരെ തിരികെ കൊണ്ടുവന്നു. 1971 യുദ്ധത്തിന് ശേഷം ബംഗ്ലാദേശിൽ നിന്ന് അസമിലേക്ക് കുടിയേറിയ ആളുകളെ അവരുടെ മാതൃരാജ്യത്തേക്ക് തിരിച്ചയക്കുന്നുള്ള ഒരു പരിശീലനം ആരംഭിച്ചിട്ടുണ്ട് അസമിൽ എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത്? മെയ് 25 പുലർച്ചെ 4 മണി പോലീസ് റഹീമ ബീഗത്തിൻ്റെ വീട്ടിലെത്തി അവരോട് പോലീസ് സ്റ്റേഷനിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു. ദിവസം മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ റഹീമ ബീഗം ഇരിക്കുന്നു. പിന്നീട് രാത്രിയിൽ അവരെ ഒരു കാറിൽ ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് കൊണ്ടുപോയി. സുരക്ഷാ സേന എനിക്ക് കുറച്ച് ബംഗ്ലാദേശി രൂപ തന്നു എന്നാണ് റഹീമ ബീഗം പറയുന്നത്. തിരിച്ചു വരരുതെന്ന് പറഞ്ഞ് റഹീമ ബീഗത്തെ അതിർത്തി കടത്തിവിടുന്നു. അതിർത്തിയുടെ മറുവശത്തെത്തിയപ്പോൾ നെൽവയലുകളും ചെളിയും മുട്ടോളം വെള്ളവും ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വേറെയും ആളുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ഞങ്ങളെ അവിടെ നിന്നും ആട്ടി ഓടിച്ചു. അതായത് ബംഗ്ലാദേശികൾ തന്നെ ആട്ടി ഓടിച്ചു. ബംഗ്ലാദേശി സുരക്ഷാ സേന ഞങ്ങളെ മർദ്ദിക്കുകയും ഞങ്ങൾ വന്ന സ്ഥലത്തേക്ക് മടങ്ങാൻ ആവശ്യപ്പെടുകയും ചെയ്തു. എന്തായാലും ആ ദിവസം മുഴുവൻ ചളി നിറഞ്ഞ വയലിൽ കഴിയേണ്ടി വന്നു എന്നുള്ളതാണ് റഹീമ ബീഗം പറയുന്നത്. എന്തായാലും ജോർഹട്ട് ഫോറിനേഴ്സ് ട്രൈബ്യൂണലിൽ റഹീമയുടെ കേസ് വാദിക്കുന്ന അഭിഭാഷക ലിപിക ദേബ് ഫോറിനേഴ്സ് ട്രൈബ്യൂണൽ റഹീമയെ പോസ്റ്റ് സ്ട്രീമായി പ്രഖ്യാപിച്ചതായി പറഞ്ഞു. 1996 ജനുവരി 1-നും 1971 മാർച്ച് 25-നും ഇടയിൽ ഇന്ത്യയിൽ നിന്ന് അതിനുശേഷം അസമിൽ താമസിച്ചിരുന്ന ആളുകളെയാണ് ഈ പദത്തിൽ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഈ പദം ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നത്. ഇത് സംഭവിക്കുകയാണെങ്കിൽ പൗരത്വ നിയമത്തിലുള്ള സെക്ഷൻ 6A(3) പ്രകാരം ആ വ്യക്തി 30 ദിവസത്തിനുള്ളിൽ ബന്ധപ്പെട്ട വിദേശികളുടെ രജിസ്ട്രേഷൻ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. ഈ നിയമം അനുസരിച്ച് അത്തരമൊരു വ്യക്തിയുടെ പേര് 10 വർഷത്തേക്ക് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. എന്നാൽ ഈ സമയത്ത് അദ്ദേഹത്തിന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന അതേ അവകാശം ലഭിക്കും. 10 വർഷത്തിന് ശേഷം അവരെ ഇന്ത്യൻ പൗരന്മാരെ കണക്കാക്കപ്പെടും. റഹീമ രജിസ്റ്റർ ചെയ്ത ജോർഹട്ടിലെ പോലീസുമായും FRRO ഓഫീസറുമായും പരിശോധിച്ചപ്പോൾ സർട്ടിഫിക്കറ്റിലെ രജിസ്ട്രേഷൻ നമ്പറിൻ്റെ ഒരു അക്കത്തിലാണ് പിശവ് കണ്ടെത്തിയിരിക്കുന്നത്. ആ പിശവിൻ്റെ പേരിലാണ് ഇപ്പോൾ റഹീമയ്ക്ക് ഈ ഗതി വന്നത്. തെറ്റ് സംബന്ധിച്ച് ഞങ്ങൾ SP ബന്ധപ്പെടുകയും അദ്ദേഹത്തെ സ്വന്തം നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ സുരക്ഷാ സേനയടക്കം പറയുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.